iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിന്റെ ഡേറ്റ് പബ്ലിഷ് ആയല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗണ്ടേഴ്സ് ചെയിൻ ഈസ് ഓൾസോ നോൺ ആസ് റവന്യൂ ചെയിൻ, മെട്രിക് ചെയിൻ, സർവേയേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിൻ്റെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഗണ്ടേഴ്സ് ചെയിനെ സർവേയേഴ്സ് ചെയിൻ എന്നും പറയാറുണ്ട്. പിന്നെ റവന്യൂ ചെയിൻ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് കഡസ്ട്രിയൽ സർവേക്ക് വേണ്ടിയിട്ടാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഡസ്ട്രിയൽ സർവേക്ക് യൂസ് ചെയ്യുന്ന ചെയിൻ ഏതാന്നുള്ളത്. ഇനി മെട്രിക് ചെയിൻ. ഈ റവന്യൂ ചെയിൻ, സർവേയേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ ഇതെല്ലാം തന്നെ നോൺ മെട്രിക് ചെയിനുകളാണ്. മെട്രിക് ചെയിൻ 20 മീറ്റർ ആൻഡ് 30 മീറ്റർ ചെയിൻസ് ആണ് മെട്രിക് ചെയിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് ഈ റവന്യൂ ചെയിൻ, സർവേയേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ ഇതിൻ്റെ മൂന്നിൻ്റെയും ലെങ്ത്, നമ്പർ ഓഫ് ലിങ്ക്, പിന്നെ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എത്രയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ എക്സാംസിനും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് 33 ഫീറ്റ് ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. മെട്രിക് ചെയിൻ ഓൾറെഡി പറഞ്ഞല്ലോ, 20 മീറ്റർ ആൻഡ് 30 മീറ്റർ ചെയിൻസ് ആണ് നമ്മൾ മെട്രിക് ചെയിനകത്ത് യൂസ് ചെയ്യുന്നത്. സർവേയേഴ്സ് ചെയിന്, എഞ്ചിനീയേഴ്സ് ചെയിൻ 100 ഫീറ്റ് ആണ് ലെങ്ത് വരുന്നത്. സർവേയേഴ്സ് ചെയിന് 66 ഫീറ്റ്. സർവേയേഴ്സ് ചെയിൻസ് മീൻ ഗണ്ടേഴ്സ് ചെയിൻ 66 ഫീറ്റ് ആണ് ലെങ്ത് വരുന്നത്. ഈ ഒരു ടേബിളാണ് ഇപ്പോൾ പറഞ്ഞതാണ് ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ലെങ്തും നമ്പർ ഓഫ് ലിങ്കും ഒരു ലിങ്കിൻ്റെ ലെങ്തും നമ്മൾ നോട്ട് ചെയ്യണം. ഗണ്ടേഴ്സ് ചെയിനകത്ത് 100 ലിങ്ക്സ് ആണുള്ളത്. അതുപോലെ എഞ്ചിനീയേഴ്സ് ചെയിനകത്തും 100 ലിങ്ക് ആണുള്ളത്. അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ബൈ നമ്പർ ഓഫ് ലിങ്ക്സ് ചെയ്താൽ മതി. അത് 66/100 ചെയ്യുന്നതായിരിക്കും ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 0.66 ഫീറ്റ് ആണ്. റവന്യൂ ചെയിനകത്ത് 1 ലിങ്ക് എന്ന് പറയുന്നത് 2 and 1/16 ഫീറ്റ് ആണ്. ഇത് നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ചെയിൻ സർവേയിങ് ദ കോമ്പൻസേറ്റിംഗ് എറർ ഈസ് കോസ്ഡ് ബൈ. നമുക്ക് പ്രധാനമായിട്ട് 2 എറേഴ്സ് ആണുള്ളത്. കോമ്പൻസേറ്റിംഗ് എററും ഉണ്ട്, ക്യുമുലേറ്റീവ് എററും ഉണ്ട്. ഇതിനകത്ത് ഈ ഓപ്ഷൻസിൽ കോമ്പൻസേറ്റിംഗ് എററിന് കാരണമാകുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാഡ് റേഞ്ചിങ്, കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ്, സാഗ് ഇൻ ചെയിൻ, ടെമ്പറേച്ചർ വേരിയേഷൻ. കോമ്പൻസേറ്റിംഗ് എററിൻ്റെ റീസൺ കെയർലെസ് ഹോൾഡിംഗ് ആൻഡ് മാർക്കിംഗ് ആണ് വരുന്നത്. ഈ 3 ബാക്കി 3 അതായത് ബാഡ് റേഞ്ചിങ്, സാഗ് ഇൻ ചെയിൻ, ടെമ്പറേച്ചർ വേരിയേഷൻ, ഇത് 3 ക്യുമുലേറ്റീവ് എറേഴ്സിൻ്റെ റീസൺസ് ആണ്. ഈ ടേബിൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ക്യുമുലേറ്റീവ് എറേഴ്സും ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറേഴ്സും ഉണ്ട്. ക്യുമുലേറ്റീവ് എറേഴ്സിന് മറ്റൊരു പേരുണ്ട്. ക്യുമുലേറ്റീവ് എറേഴ്സിൻ്റെ വേറൊരു പേരാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അതുപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സിൻ്റെ വേറൊരു പേരാണ് ആക്സിഡൻ്റൽ എറേഴ്സ്. അപ്പോൾ നമ്മളോട് ഇപ്പം ആക്സിഡൻ്റൽ എറേഴ്സിൻ്റെ റീസൺസ് ഏതാണ്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻസിനകത്തുനിന്ന് ആക്സിഡൻ്റൽ എറർ ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം അത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ് വരുന്നത്. ക്യുമുലേറ്റീവ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മറ്റൊരു പേരാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ക്യുമുലേറ്റീവ് എറേഴ്സിനകത്ത് വരുന്നതാണ് ഈ ബാഡ് റേഞ്ചിങ്, ഇൻകറക്റ്റ് ലെങ്ത്, ടെമ്പറേച്ചർ ഡീവിയേഷൻ, സാഗ്, ടേപ്പ് നോൺ സ്ട്രെച്ച്ഡ് ഹൊറിസോണ്ടലി. നമ്മൾ ടേപ്പ് നല്ല രീതിയിൽ വലിച്ചു പിടിച്ചില്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന എറർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് എറർ ആയിരിക്കും. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എറേഴ്സും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഓഫ് ടേപ്പും ആണ് വരുന്നത്. ഇതും നോട്ട് ചെയ്ത് വെക്കണം, ഇതും മാറി മാറി ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ റേഞ്ചിങ്, ഇഫ് ദ സർവേയർ റേസസ് ബോത്ത് ദ ഹാൻഡ്സ് എബോവ് ഹിസ് ഹെഡ് ആൻഡ് ദെൻ ബ്രിങ്സ് ദം ഡൗൺ ആസ് എ സിഗ്നൽ ടു ഹിസ് അസിസ്റ്റന്റ്, വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഒരു സർവേയർ കൊടുക്കുന്ന സിഗ്നൽസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു സർവേയർ അദ്ദേഹത്തിൻ്റെ 2 കൈയും റേസ് ചെയ്തിട്ട് താഴ്ത്തി കാണിക്കുവാണെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റേഞ്ചിങ് റോഡ് കറക്റ്റ് പൊസിഷനിലാണെന്നുള്ളതാണ്. ഇതുപോലെ കുറേ സിഗ്നൽസ് ഉണ്ട്, അതും നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഈസ് ഓൾസോ നോൺ as. പ്ലെയിൻ ടേബിൾ സർവേക്ക് അതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഗ്രാഫിക്കൽ മെത്തേഡ്, ലേമാൻസ് മെത്തേഡ്, ബെസൽസ് മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിന്റെ വേറൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിനെ ലേമാൻസ് മെത്തേഡ് എന്നും പറയാറുണ്ട്. പ്ലെയിൻ ടേബിൾ സർവേയിൽ തന്നെ പ്ലെയിൻ ടേബിളിന്റെ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിസെക്ഷൻ മെത്തേഡ്. ആ റിസെക്ഷനകത്ത് തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. 2 പോയിന്റ് പ്രോബ്ലം ഉണ്ട്, 3 പോയിന്റ് പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മൾ ആ സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നത് 3 പോയിന്റ്സ് വെച്ചിട്ടാണെങ്കിൽ അതിനെ 3 പോയിന്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ആ 3 പോയിന്റ് പ്രോബ്ലത്തിനകത്ത് മെത്തേഡ്സുകളാണ് ഈ ലേമാൻസ് മെത്തേഡ്, ബെസൽസ് മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓൾട്ടർനേറ്റ് നെയിംസ് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, the instrument used to cite an object in plane table survey is. പ്ലെയിൻ ടേബിൾ സർവേക്കകത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആലിഡേറ്റ്, കോമ്പസ്, പ്ലംബിംഗ് ഫോർ, യു ഫ്രെയിം. അപ്പോൾ ഒരു പ്ലെയിൻ ടേബിൾ സർവേയിൽ ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആലിഡേറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഇൻസ്ട്രുമെന്റ്സും ഓപ്ഷൻസും എല്ലാം നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. അതിനകത്ത് കോമ്പസ്, നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ ഉപയോഗിക്കുന്ന കോമ്പസ് എന്ന് പറയുന്നത് ട്രഫ് കോമ്പസ് ആണ്. അതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, ഏത് കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ട്രഫ് കോമ്പസ് ആണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലംബിംഗ് ഫോർക്കും ഉണ്ട്, യു ഫ്രെയിമും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പ്ലെയിൻ ടേബിളിന്റെ സെന്ററിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള സെന്ററിങ്ങിന് യൂസ് ചെയ്യുന്നത് പ്ലംബിംഗ് ഫോർക്കാണ്. ഓക്കെ, ആക്യുറേറ്റ് സെന്ററിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലംബിംഗ് ഫോർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ലെവലിംഗ് പ്ലസ് സൈറ്റ് ഈസ് ഓൾസോ നോൺ as. ബാക്ക് സൈറ്റ്, ബാലൻസിങ് സൈറ്റ്, ഫോർ സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്. ലെവലിങ്ങിനകത്ത് പ്ലസ് സൈറ്റിനെ എന്തെന്നും പറയും? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആണ്. പ്ലസ് സൈറ്റിനെ ബാക്ക് സൈറ്റ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഫോർ സൈറ്റിനെ മൈനസ് സൈറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ലെവലിങ്ങിനകത്ത് പ്ലസ് സൈറ്റ് എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആണ്, ഫോർ സൈറ്റ് എന്ന് പറയുന്നത് മൈനസ് സൈറ്റ് ആണ്. ബാക്ക് സൈറ്റിന്റെയും ഫോർ സൈറ്റിന്റെയും ഇടയ്ക്ക് നമ്മൾ എടുക്കുന്ന റീഡിങ്സിനെ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി സർഫസ് ടു വിച്ച് എലിവേഷൻസ് ആർ റെഫേർഡ് ഈസ് നോൺ as. നമ്മൾ എലിവേഷൻസിനെ റെഫർ ചെയ്യുന്ന ഏതൊരു സർഫസിനെയും എന്താണ് പറയുന്നത്? ബെഞ്ച് മാർക്ക്, ടേണിംഗ് പോയിന്റ്, ലെവൽ സർഫസ്, ഡേറ്റം. നമ്മൾ എലിവേഷൻസിനെ റെഫർ ചെയ്യുന്ന സർഫസിനെ പറയുന്നതാണ് ഡേറ്റം. ഓക്കെ, അപ്പം നമ്മുടെ നോൺ എലിവേഷൻ ഉള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ബെഞ്ച് മാർക്ക്. പിന്നെ നമ്മൾ ഒരു പോയിന്റിൽ തന്നെ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ടേണിംഗ് പോയിന്റ്. അടുത്തൊരു പ്രോബ്ലം ആണ്. ഇൻ എ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം, north 18 degree 15 minute, west to 341 degree 45 minute, 342 degree 45 minute, 18 degree 15 minute, 161 degree 45 minute. അപ്പം ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് ആണ്. ഓക്കെ, അപ്പം ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുമ്പം നമുക്ക് നമ്മൾ നോർത്ത് ഡയറക്ഷനിൽ നിന്നും ക്ലോക്ക് വൈസ് എടുക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി ആണ് നമ്മൾ ക്വാഡ്രന്റൽ ബിയറിംഗിൽ എടുക്കുന്നത്. അതായത് നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്വാഡ്രന്റൽ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് ആണ്. അപ്പം നോർത്ത് വെസ്റ്റ് 18 ഡിഗ്രി 15 മിനിറ്റ് ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് എന്താണ് 18 ഡിഗ്രി 15 മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഹോൾ സർക്കിൾ ബിയറിംഗ്. അപ്പം നോർത്തിൽ നിന്നും ക്ലോക്ക് വൈസ്, അതായത് ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് മൊത്തത്തിൽ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അതായത് ഹോൾ സർക്കിൾ ബിയറിംഗിൽ നമ്മൾ 360 ഡിഗ്രി ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് 18 ഡിഗ്രി 15 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 359 ഡിഗ്രി 16 മിനിറ്റ് എന്നെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടത്തുള്ളൂ. അതെപ്പോഴും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 359 ഡിഗ്രി 60 മിനിറ്റ് നിന്നും എന്ത് ചെയ്യണം? ഈ 18 ഡിഗ്രി 15 മിനിറ്റ് മൈനസ് ചെയ്യണം.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 341 ഡിഗ്രി 45 മിനിറ്റ് ആണ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു ഡിഗ്രി 60 മിനിറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ആൻസർ 341 ഡിഗ്രി 45 മിനിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആൻഡ് ഏരിയ ഓൺ എ കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പിനകത്ത് ഏരിയ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ക്ലിനോമീറ്റർ, ഗ്രാഫോമീറ്റർ, പ്ലാനിമീറ്റർ, ഏരിയ മീറ്റർ. ഇതിനകത്ത് നമ്മൾ ഏരിയ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് പ്ലാനിമീറ്റർ ആണ്. ആംഗിൾസ്, സ്ലോപ്പ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലിനോമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് പ്രോബ്ലം ആണ്. ദ ബിയറിംഗ് ഓഫ് ദ ലൈൻ എ ബി ആൻഡ് ബി സി ആർ 130 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. ദ ഇൻക്ലൂഡഡ് ആംഗിൾ എ ബി സി. ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. എ ബിയും തന്നിട്ടുണ്ട്. എ ബി തന്നിട്ടുണ്ട് 130 ഡിഗ്രി, അതുപോലെ ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിട്ട് തന്നിട്ടുണ്ട്. ഇൻക്ലൂഡഡ് ആംഗിൾ എ ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ക്വാഡ്രന്റ് വരയ്ക്കുക. ഓക്കെ, എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 130 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ ആയിരിക്കും എ ബി വരുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. ഇനി ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പൊ ബിയിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രി, ഇങ്ങോട്ടേക്ക് 50 ഡിഗ്രിയാണ്. ഓക്കെ, ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഈ ഒരു ആംഗിൾ ആണ്. എ ബി സി എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഈ ആംഗിൾ എത്രയാണ്? ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്നും 130 ഡിഗ്രി മൈനസ് ചെയ്യുന്നതാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. അപ്പം ഈ ആംഗിൾ 50 ഡിഗ്രിന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഏത്? ഇത്. ഇത് 50 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും. ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആംഗിൾ ആണ്. അപ്പം പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ബി സി എന്ന് പറയുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസും കിട്ടിക്കഴിഞ്ഞാൽ ഈ എ ബി സി എന്ന് പറയുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 50 + 50. ഇത് 50 ആണ് കേട്ടോ. 50 + 50 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 100 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.